ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ ടൂർ ഗൈഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒന്ന് സ്ഥലത്തേക്ക് പറ്റിയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഇപ്പോൾ പുള്ളി പറയുന്നത് ഹോച്ചിമിൻ എന്ന് പറയുന്ന സിറ്റി നമ്മുടെ മുംബൈ പോലെയാണെന്നാണ്. സൈഗൺ റിവർ എന്നും പറയും കേട്ടോ. അപ്പോൾ നമ്മളെ ഗൈഡ് പറയുന്നത് ഈ വെള്ളം അവർ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല, പാമ്പിനെയും മറ്റു ജന്തുക്കളെയൊക്കെ പിടിച്ച് വയനുണ്ടാക്കി വെച്ചേക്കുവാണ്. തുറന്നു കൊണ്ടുവരും. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അബദ്ധത്തിൽ വല്ല നമ്മുടെ കൈ അതിലേക്ക് പോയി കഴിഞ്ഞാണല്ലോ. ഇപ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർ നേരെ എടുത്തുകൊണ്ട് പോയിട്ട് പ്ലേറ്റിലാക്കി അവർ തിരിച്ചു കൊണ്ടുവയ്ക്കും എന്നാണ് പറഞ്ഞത്. പാട്ടൊക്കെ പാടി കഴിയാറായപ്പോഴത്തേക്കും ഒരു കൂട കൊണ്ടുവച്ചു. നമ്മൾ വിചാരിച്ചു കൂട ഉച്ചയ്ക്കാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ഹോച്ചിമിൻ എന്ന സിറ്റിയിലേക്കുള്ള യാത്രയിലാണ്. ദനായിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഒരുപാട് ഡിലേ ആയിരുന്നു. വൈകുന്നേരം 6 മണിക്കെന്ന് പറഞ്ഞ ഫ്ലൈറ്റ് അവസാനം ടേക്ക് ഓഫ് ആയത് രാത്രി 11:30-ക്കാണ്. അപ്പോൾ ഈ ഡിലേ ഒക്കെ വിയറ്റ്നാമുകാർക്ക് സാധാരണയാണെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഹോച്ചിമിനിൽ ലാൻഡ് ചെയ്തു. ഏകദേശം ഒരു മണിയായി. നമ്മൾ ലഗേജെല്ലാം കളക്ട് ചെയ്ത് പുറത്ത് വന്ന് ക്യാബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ക്യാബ് നമ്മളെ പിക്കപ്പ് ചെയ്തു. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹോച്ചിമിൻ്റെ വിശേഷങ്ങളാണ്. ട്രിപ്പ് ആൻഡ് ടെക് സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നിപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. പരാഗ്വേ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് റൂമിലെത്തി. 4 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു റൂമാണ് കേട്ടോ ഇത്. 2 ബെഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ബാൽക്കണി ഒന്നുമില്ല, പകരം ഒരു വിൻഡോ ആണ് ഉള്ളത്. അപ്പോൾ ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ പുറത്തെ ബിൽഡിങ്സ് എല്ലാം കാണാൻ പറ്റും. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും, അത്യാവശ്യം നല്ല ബാത്റൂം തന്നെയാണ്. ഗ്ലാസ് കൊണ്ടിട്ടാണ് ഇത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ ടൂർ ഗൈഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പോൾ നമ്മളെ ഗൈഡ് വന്നു. നമ്മളിനിപ്പോൾ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കോങ് ഡെൽറ്റ എന്ന് പറയുന്നൊരു റിവർ കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സ് ആയിട്ട് കുറച്ച് ഐലൻഡുകളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വില്ലേജ് കാണാനാണ് ഇന്ന് പോകുന്നത്. അതായത് അവിടുത്തെ ഒരു ലോക്കൽ വില്ലേജാണ് നമ്മളിന്നിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളൊരു ബുദ്ധൻ്റെ ക്ഷേത്രത്തിൽ കയറും. അപ്പോൾ ഈ 2 സ്ഥലങ്ങളാണ് അവർ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് വേറെ കുറച്ച് പ്ലാനുകൾ കൂടെ ഉണ്ട് തിരിച്ചു വന്നതിന് ശേഷം. അപ്പോൾ ഈ സിറ്റി ഒന്ന് കറങ്ങണം. പിന്നെ ഇവിടെ ഒരു വലിയ മാർക്കറ്റുണ്ട്, ആ മാർക്കറ്റിലൊന്ന് പോകണം. പിന്നെ രാത്രി ഇവിടെ ഒരു സിറ്റി ടൂറുണ്ട്. അപ്പോൾ ഇവിടുത്തെ വൈബെല്ലാം ഒന്ന് അറിയാൻ പറ്റും ആ ഒരു സിറ്റി ടൂറിനൊക്കെ പോകുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കഫേ ഉണ്ട്, അവിടെയും പോകണം. ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പ്ലാൻ. എന്നിട്ട് നമ്മുടെ ടൂർ ഗൈഡാണ് കേട്ടോ നിൽക്കുന്ന പുള്ളി. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് പറ്റിയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഇപ്പോൾ പുള്ളി പറയുന്നത് ഹോച്ചിമിൻ എന്ന് പറയുന്ന സിറ്റി നമ്മുടെ മുംബൈ പോലെയാണെന്നാണ്. അതായത് ബിസിനസ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റികളിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുക്കും നമ്മളെ ഇന്നത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ റിവർ ക്രൂസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്താറായി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹോട്ടലൊക്കെ പോലെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് റെസ്റ്റോറൻറ്റ്സും പിന്നെ കുറച്ച് ക്രാഫ്റ്റുകളും സുവനീഴ്സൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. താങ്ക് യു. നമ്മളെല്ലാം സെലിബ്രിറ്റികളായിരുന്നു. ഇവിടെ കുറച്ച് ക്രൂസ് ഷിപ്പൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ കാണുന്ന റിവറിനെയാണ് മേക്കോങ് റിവർ എന്ന് അവർ പറയുന്നത്. അപ്പോൾ ലോക്കൽസ് ഇതിനെ സൈഗൺ റിവർ എന്നും പറയും കേട്ടോ. അപ്പോൾ നമ്മളെ ഗൈഡ് പറയുന്നത് ഈ വെള്ളം അവർ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അത്രയ്ക്ക് ശുദ്ധമാണെന്നാണ് അവർ പറയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ബോട്ടിലേക്കാണ് കേട്ടോ കയറുന്നത്.
ഈ നദി 5 രാജ്യങ്ങളിലൂടെയാണ് കേട്ടോ ഒഴുകുന്നത്. അതായത് ടിബറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചൈന, മ്യാൻമാർ, തായ്ലാൻഡ്, വിയറ്റ്നാം, കംബോഡിയ, അവസാനം ഇത് ചൈന കടലിൽ ചേരും. അപ്പോൾ ഏകദേശം ഒരു 4100 കിലോമീറ്ററാണ് ഇത് ഒഴുകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദിയാണ്. ഏകദേശം 170 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് കംബോഡിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ നല്ല കട്ട ചെളിയുള്ള വെള്ളമാണെന്നാണ് കേട്ടോ. കൈകൊണ്ട് പോലും എടുക്കാൻ തോന്നുന്നില്ല. അപ്പോൾ സൈഗൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മഡ് റിവർ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇതിലൂടെ ധാരാളം ഷിപ്പുകളും ടഗുകളും ചെറിയ ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ 4 ഐലൻഡ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഓരോ ഐലൻഡിനും ഓരോ പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൽ തന്നെ 2 ഐലൻഡിൽ മാത്രമാണ് ആൾക്കാർ താമസമുള്ളത്. അപ്പോൾ അതിൽ ഒരു ഐലൻഡിലേക്കാണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കോക്കനട്ട് ക്യാൻഡിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടറിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറി കുറച്ച് ഉള്ളിലേക്ക് പോകും, ഒരു ഫാമിലേക്ക് പോകും. അവിടെയാണ് നമ്മുടെ ലഞ്ചെല്ലാം ഇന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് ഈ ഐലൻഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നോക്കി കയറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ വെള്ളത്തിൽ കിടക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കോക്കനട്ട് ക്യാൻഡി ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ പുള്ളി നമുക്ക് കംപ്ലീറ്റ് പ്രോസസ്സിങ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതായത് തെങ്ങിന് മരം ഉണ്ടാകുന്നത് തൊട്ട് എങ്ങനെയെന്നാണ് പുള്ളി നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർക്ക് 2 ടൈപ്പ് കോക്കനട്ട് ഉണ്ട്. അതായത് ഒന്ന് നമ്മുടെ സാധാരണ നാളികേരം, പിന്നെ ഒന്ന് വാട്ടർ കോക്കനട്ട്. ഈ വാട്ടർ കോക്കനട്ട് കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം പ്രോസസ്സ് ചെയ്തതിന് ശേഷം ക്യാൻഡി ഷേപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഈ ക്യാൻഡിയൊക്കെ പൊതിയുന്നത് റൈസ് പേപ്പറിലാണ്. അപ്പോൾ അത് കഴിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു പേപ്പറാണ്. ഒരുപാട് ഫ്ലേവേഴ്സിൽ അവർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും അവർ തന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഈ ക്യാൻഡീസും വാങ്ങാൻ പറ്റും. ആക്ച്വലി ഇതൊരു ടൈപ്പ് ഓഫ് സെയിൽസ് തന്നെയാണ്. പിന്നെ ഇതല്ലാതെ കുറച്ച് വേറെ സാധനങ്ങളും ഉണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ. ഇപ്പോൾ വിയറ്റ്നാമിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വേറെ ഒന്നുമല്ല, പാമ്പിനെയും മറ്റു ജന്തുക്കളെയൊക്കെ പിടിച്ച് വയനുണ്ടാക്കി വെച്ചേക്കുവാണ്. കണ്ടിട്ട് എന്തോ കണക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തില്ല അതിൻ്റെ. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മളിനിയിപ്പോൾ ഫാമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചെറിയ ബോട്ടിൽ കയറിയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 സൈഡിൽ നിൽക്കുന്നതാണ് വാട്ടർ കോക്കനട്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫാം. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലഞ്ചും അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കുറച്ച് മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. പിന്നെ പാമ്പിനെ വളർത്തുന്നുണ്ട്, ഫിഷിനെ വളർത്തുന്നുണ്ട്, മുതലേ വളർത്തുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മുഷി എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ നമ്മളെ ഗൈഡ് പറഞ്ഞത് ഇതിന് ഇംഗ്ലീഷ് അറിയാമെന്നാണ്. പുള്ളി എന്നെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൈയടിച്ച് കഴിഞ്ഞാൽ ഇത് വാ തുറന്നു കൊണ്ടുവരും. അത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അബദ്ധത്തിൽ വല്ല നമ്മുടെ കൈ അതിലേക്ക് പോയി കഴിഞ്ഞാണ്ടല്ലോ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന ഫോറിനേഴ്സിനൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതമാണ്. നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല ഇത് കാണുമ്പോഴത്തേക്കും.
അപ്പോൾ ഈ കാണുന്ന ഹട്ടുകളിലൊക്കെയാണ് അവർ ഫുഡ് അറേഞ്ച് ചെയ്യുന്നത്. ഒരുപാട് ഇതേക്കണക്കുള്ള ഹട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ബോട്ട് റൈഡും കൂടെ ഉണ്ട് കേട്ടോ. ഇത് പക്ഷേ ആള് തുഴയുന്നതാണ്. അപ്പോൾ നമ്മൾ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയൊരു ബോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ബോട്ട് റൈഡ് തന്നെയായിരുന്നു കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ പതുക്കെ അധികം ശബ്ദമൊന്നുമില്ലാതെ നോയ്സൊന്നും ഇല്ലാതെ ഇങ്ങനെ പതുക്കെ തുഴഞ്ഞു പോകുന്നത്. ഞാൻ കുറച്ച് പൈസ എടുത്ത് നേരത്തെ പോക്കറ്റ് വെച്ചായിരുന്നു. ഈ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ച് എത്തിയേക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് ഇതിനകമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഇവിടെ ഒരു സൈക്കിൾ വെച്ചിട്ടുണ്ട്, അത് ഫ്രീ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി വരെ നടന്ന് കാണാം. അപ്പോൾ ഞാനൊരു സൈക്കിൾ എടുത്തു, ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പ്ലാവുകളുണ്ട് കേട്ടോ. ഇപ്പോൾ പ്ലാവിൻ്റെ തോട്ടമാണെന്ന് തോന്നുന്നു ഇവർ ഉണ്ടാക്കുന്നത്. ഇപ്പം ആർക്കും വഴിയൊന്നും അറിയത്തില്ല, ഏതെങ്കിലും ഒരു വഴി കാണുമ്പോഴത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇവിടെ കിടക്കുന്നത് കുറച്ച് മീനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മീനിനെയൊക്കെയാണ് നമുക്ക് ഫ്രൈ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് അഡ്വഞ്ചർ പാർക്ക് എന്നുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ സൈക്കിൾ കൊണ്ടുവന്ന് നേരെ അവിടെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നടന്ന് കാണാം. അപ്പോൾ ഈ കിണറ്റിനകത്ത് മൊത്തം പാമ്പുകളാണ് കേട്ടോ കിടക്കുന്നത്. എനിക്ക് പാമ്പിനാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്, എന്നാൽ എൻ്റെ കൂടെ ഉള്ള ആൾക്ക് ഭയങ്കര ഇഷ്ടമെന്നാണ്. അപ്പോൾ ഈ കിടക്കുന്നത് മീനാണ്, ഈ കിടക്കുന്നത് മുതലയാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അടിയാണ് കേട്ടോ. ഒരു ഫുൾ ഫിഷിനെ അവർ ഫ്രൈ ചെയ്ത് കൊണ്ടുവച്ചേക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചേക്കാണ്, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചേക്കാണ്. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർ നേരെ എടുത്തുകൊണ്ട് പോയിട്ട് പ്ലേറ്റിലാക്കി അവർ തിരിച്ചു കൊണ്ടുവയ്ക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മളിനിയിപ്പോൾ അടുത്ത ഒരു ദ്വീപിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് എന്തോ ഫ്ലവേഴ്സ് ആണ് അവിടുത്തെ മെയിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം തേനീച്ചയൊക്കെ വളർത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ സാധനം ഹണിയാണ്. അപ്പോൾ ഹണി ഗ്ലേസ്ഡ് ഒരു ചിപ്സൊക്കെ അവർ തന്നായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ഹണി ഒഴിച്ചിട്ടുള്ള ടീം തന്നായിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചിപ്സൊക്കെ വാങ്ങി ഇവിടുന്ന്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐലൻഡ് ചുറ്റി കാണാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബഞ്ചി കാർ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. അതുപോലെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതായിരിക്കും ഇതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ബാഗുകളും തുണികളും എല്ലാം അവരിവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നല്ല ചീപ്പായിട്ട് കിട്ടും, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ വാങ്ങാൻ അത്യാവശ്യം നല്ല കാശ് കൊടുക്കേണ്ടി വരും. അതായത് ഈ ബാഗൊക്കെ, കാരണം ബാഗൊക്കെ ബാംബൂസൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. No. So because in hotel when I asked, she said like $231 for $1. So but അപ്പോൾ ഇവിടെയൊക്കെ എന്തിനാണ് നമ്മൾ കയറുന്നത് പോലും നമുക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും അവരിവിടെ നമ്മൾ കയറിയപ്പോഴത്തേക്കും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ടുവച്ചു. അതൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്കും ചേച്ചി വന്ന് സൈഡിൽ നിന്ന് പാട്ട് പാടാൻ തുടങ്ങി. പാട്ടൊക്കെ പാടി കഴിയാറായപ്പോഴത്തേക്കും ഒരു കൂട കൊണ്ടുവച്ചു. നമ്മൾ വിചാരിച്ചു കൂട ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്, പക്ഷേ അതിനല്ല, ടിപ്സിന് വേണ്ടിയിട്ടാണ് കൂട കൊണ്ടുവച്ചിരുന്നത്. അപ്പോൾ നമ്മളിനിപ്പോൾ അടുത്ത പരിപാടി പോവുകയാണ്. ഈ വഞ്ചി കാറിൽ കയറിയിട്ട് ഈ ഒരു ഐലൻഡ് മൊത്തം കറങ്ങി കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പുറത്തേക്കുള്ള കണക്ടിവിറ്റി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ കേട്ടോ ഇത് ഫുള്ള് കറങ്ങി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ബോട്ടിൽ കയറി വന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ
ഒരു പഗോഡയിൽ കയറും. ബുദ്ധൻ്റെ ക്ഷേത്രമാണ്, അവിടെ കയറും. അപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയൊരു ലാഫിംഗ് ബുദ്ധയാണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു സ്ലീപ്പിംഗ് ബുദ്ധയുടെ സ്റ്റാച്യു ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ധാരാളം ബോൺസായ് മരങ്ങളും ഉണ്ട്. അപ്പോൾ ബുദ്ധൻ്റെ പ്രതിമകൾ അവിടെ ഇവിടെയായിട്ട് ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നത് ഇപ്പോൾ ഉച്ചയ്ക്കാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കയറുന്നതിന് മുമ്പേ ഗൈഡ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് ഇവിടെ കയറുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അതായത് നമ്മൾ ചെപ്പിലൊന്നും ഇട്ടിട്ട് അകത്ത് കയറരുത്. ഫോട്ടോ എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷേ അധികം നോയ്സ് ഒന്നും ഉണ്ടാക്കാതെ ഫോട്ടോ എടുക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു. നമ്മളിപ്പോൾ എവിടെ പോയാലും അവരുടെ കൾച്ചർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന വേണം, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ലീപ്പിംഗ് ബുദ്ധയുടെ സ്റ്റാച്യു. അപ്പോൾ ഇതും ഒരു പഗോഡയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ബുദ്ധൻ്റെയും ലേഡി ബുദ്ധൻ്റെയൊക്കെ രൂപങ്ങളുണ്ട്. ഇപ്പോൾ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വഴിയാണ് ഈ കാണുന്നത്. നമുക്കൊന്നും കയറാൻ പറ്റത്തില്ല അങ്ങോട്ടേക്ക്. ഇപ്പോൾ ഡ്രംസും ബെൽസും അങ്ങനെയൊക്കെ കുറേ ഐറ്റങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പഗോഡകളിലൊക്കെ കയറുമ്പോഴത്തേക്കും നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ അമ്പലങ്ങളിലും ഉണ്ട്, പക്ഷേ ഇവിടുത്തേത് വേറൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ അപ്പോൾ നേരെ തിരിച്ച് വണ്ടിയിൽ പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ സിറ്റിയിലേക്ക് വരുവാണ്. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. നമ്മളെ ഇനിയിപ്പോൾ അവർ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്കൊന്ന് കറങ്ങണം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫോർ എവ്രി വൺ.